ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധ അഥ ത്രയോദശോऽധ്യായ. സൂത ഉവാച. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈः സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാം. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ. ദേവായ തസ്മൈ നമഃ. പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഡൂയനാന്നിദ്രാലോ കമഠാകൃതേർഭഗവത ശ്വാസാനിലാ പാന്തുവ. യൽ സംസ്കാരകലാനുവർത്തനവശാൽ വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതാം ജലനിധേർനാദ്യാപി വിശ്രാമ്യതി. പുരാണസംഖ്യാസംഭൂതിമസ്യ വാച്യപ്രയോജനേ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധ മേ. ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോനഷഷ്ടി ച. ശ്രീവൈഷ്ണവം ത്രയോവിംശശ്ചതുർവിംശതി ശൈവകം. ദശാഷ്ടൗ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി. മാർക്കണ്ഡം നവവാഹ്നം ച ദശപഞ്ചചതുശ്ശതം. ചതുർദശ ഭവിഷ്യം സ്യാत् തഥാ പഞ്ചശതാനി ച. ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവ തു. ചതുർവിംശതിവാരാഹം ഏകാശീതിസഹസ്രകം. സ്കാന്ദം ശതം തഥാ ചൈകം വാമനം ദശകീർത്തിതം. കൗർമം സപ്തദശാഖ്യാതം മാത്സ്യം തത്തു ചതുർദശ. ഏകോനവിംശൽ സൗപർണം ബ്രഹ്മാണ്ഡം
ദ്വാദശൈവ തു ഏവം പുരാണസന്തോഹശ്ചതുർലക്ഷ ഉദാഹൃത തത്രാഷ്ടാദശസാഹസ്രം ശ്രീഭാഗവതമിഷ്യത്തെ ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാനസംയുതം ഹരിലീലാകഥാവ്രാതാമൃതാനന്ദിതസൽസുരം സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ഠം കൈവല്യൈകപ്രയോജനം പ്രൗഷ്ഠപദ്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം ദദാതി യോ ഭാഗവതം സയാതി പരമാം ഗതിം രാജന്തേ താവദന്യാനി പുരാണാനി സതാം ഗണേ യാവന്ന ദൃശ്യത്തെ സാക്ഷാൽ ശ്രീമദ്ഭാഗവതം പരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യത്തെ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാൽയതി ക്വചിൽ നിമ്നഗാനാം യഥാ ഗംഗാ ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാമിദം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീ ഹ്യനുത്തമാ തഥാ പുരാണവ്രാതാനാം ശ്രീമദ് ഭാഗവതം ദ്വിജാം ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയത്തെ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്യേന്നര കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതസ്തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യൈദം കൃപയാ കസ്മൈ വ്യാചചക്ഷേ മുമുക്ഷവേ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടം യോ വിഷ്ണുരാതമമൂമുചൽ ഭവേ ഭവേ
യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ പുരാണസംഖ്യാദിനിരൂപണം നാമ ത്രയോദശോऽധ്യായ. സമാപ്തോയം ദ്വാദശസ്കന്ധ സമ്പൂർണോയം ഗ്രന്ഥ. ഹരിപരായണം പരം ഹരിപരായണം പരം പുനഃ പുനർവദാമ്യഹം ഹരിപരായണം പരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാൽ. ഓം തത്സൽ. ഓം ശാന്തി ശാന്തി ശാന്തി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാല ചൂഡാമണി. ഗോപാല ചൂഡാമണിയുടെ ഗോവിന്ദമൂർത്തിയുടെ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷര പൂജയുടെ 988 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തോടുകൂടി 13 ദിവസങ്ങൾ കൂടി എന്നാണ് വിചാരിക്കുന്നത് ഈ യജ്ഞ സമർപ്പണത്തിന്. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെയാണ്. അപ്പോൾ 13-ാമത്തെ അധ്യായം ശ്രീമദ് ഭാഗവതം 12-ാമത്തെ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം പാരായണം ചെയ്തു. അതോടുകൂടി സമ്പൂർണ്ണ പാരായണം അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? സൂതൻ പറയുകയാണ്, യം ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തിയം സാമഗാം ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുതഃ. ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ ഇവരൊക്കെ ദിവ്യൈസ്തവൈഹി ദിവ്യമായ സ്തോത്രങ്ങൾ കൊണ്ടും സാംഗപദക്രമോപനിഷദൈഹി അംഗങ്ങൾ, പദങ്ങൾ, ക്രമങ്ങൾ, ഉപനിഷത്തുക്കൾ എന്നിവയോടുകൂടി സാ അംഗപദക്രമോപനിഷദൈഹി അങ്ങനെയാണ്. വേദൈഹി വേദങ്ങൾ കൊണ്ടും യം
സ്തുന്വന്തി ആരെ സ്തുതിക്കുന്നു, സാമഗാഹ സാമവേദ ഗായകന്മാരെ. സാമവേദം പാടുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ സാമവേദ ഗായകന്മാർ ഗായന്തി കീർത്തിക്കുന്നു. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ ധ്യാനത്താൽ സ്ഥിരീകൃതമായ തദ്ഗതമായ മനസ്സുകൊണ്ട് യോഗിനഃ യോഗികൾ യം പശ്യന്തി ഏതൊരാളെയാണോ കാണുന്നത്, സുരാസുരഗണാഹ ദേവാസുര സമൂഹങ്ങൾ, ദേവന്മാരും അസുരന്മാരും അവരുടെ സംഘങ്ങൾ, യസ്യ അന്തം യാതൊരുവന്റെ അവധിയെ ന വിദു അറിയുന്നില്ല, തസ്മൈ ദേവായ നമ ആ ദേവന് നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ 13-ാമത്തെ അധ്യായം 12-ാമത്തെ സ്കന്ധം. ഇതിൽ ആ ദേവനമസ്കാരം ചെയ്തു. സർവപുരാണങ്ങളുടെയും ശ്ലോകസംഖ്യ, മാഹാത്മ്യം, പ്രത്യേകിച്ച് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം, ഭാഗവത ഗ്രന്ഥം ദാനം ചെയ്താലുള്ള ഫലം, ഇതാണ് സൂതൻ പറയണത്. ആ ശ്രീഹരിയെ നമസ്കരിച്ചും കൊണ്ട് ആരംഭിക്കുന്നു. ബ്രഹ്മാവ്, രുദ്രൻ, വരുണൻ, ഇന്ദ്രൻ, മരുത്തുക്കൾ തുടങ്ങിയവരൊക്കെ ആരെയാണോ സ്തുതിക്കുന്നത്, അതേപോലെ തന്നെ അംഗങ്ങൾ, പദങ്ങൾ, ക്രമങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവ അടങ്ങിയ വേദമന്ത്രങ്ങൾ കൊണ്ടും ആരുടെ മാഹാത്മ്യത്തെയാണോ പുകഴ്ത്തുന്നത്, സാമവേദന്മാര് ആരെക്കുറിച്ചാണോ ഗാനം ചെയ്യുന്നത്, ഈശ്വരനിൽ ഉറപ്പിക്കപ്പെട്ട ബുദ്ധി കൊണ്ട് യോഗികൾ ആരെ വേണ്ട പോലെ അറിയുന്നുവോ ആ ചൈതന്യത്തെ, ഭഗവാനെ ഞങ്ങളിതാ നമസ്കരിക്കണു എന്ന് പറയുക. ആദ്യത്തെ ശ്ലോകം. അടുത്ത ശ്ലോകത്തിൽ പിന്നീട് എന്ത് പറഞ്ഞു? അടുത്ത ശ്ലോകത്തിൽ ഭാഗവതം പറയുകയാണ്, പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്ര കണ്ടൂയനാന്നിദ്രാലോ കമഠാകൃതേർഭഗവത ശ്വാസാനിലാപാന്തുവ യൽ സംസ്കാരകലാനുവർത്തനവശാൽ വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധേർനാദ്യാപി വിശ്രാമ്യതി. പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരി ഗ്രാവാഗ്രകണ്ടൂയനാൽ പൃഷ്ഠത്തിൽ പുറകിൽ ആ ഇളകിക്കൊണ്ടിരിക്കുന്ന അമന്തമായ അല്ലെങ്കിൽ മഹത്തായ മന്ദരപർവ്വതത്തിൻ്റെ ആ ശിലാഭാഗത്തിൻ്റെ സ്പർശനം കൊണ്ട് എന്തായിത്തീർന്നു? നിദ്രാലോ, നിദ്രാശീലനായിരിക്കുന്നു അല്ലേ? ഒരു മസാജ് ചെയ്യുന്നത് പോലെ ഭഗവാന് തോന്നിയത്രേ. കമഠാകൃതേ ഭഗവത, കമഠാകൃതിയായ ആമയുടെ രൂപത്തിലുള്ള ഭഗവാന്റെ ശ്വാസാനില ശ്വാസവായുക്കൾ വാ പാന്തു നിങ്ങളെ പാലിക്കട്ടെ. യത് സംസ്കാരകലാനുവർത്തനവശാത് ഏതൊരു ശ്വാസവായുക്കളുടെ വാസനാലേശാവശേഷം കൊണ്ടാണോ വേലാനിഭേന ക്ഷോഭം എന്ന വ്യാജത്താൽ അതന്ത്രിതം ആലസ്യമില്ലാതെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത്? ജലനിധേ അംഭസാം യാതായാതം സമുദ്രത്തിൻ്റെ ആ ജലങ്ങളുടെ ചലനം അദ്യാപി ഇപ്പോഴും ന വിശ്രാമ്യതി വിശ്രമിക്കുന്നില്ല. തിരമാലകളുണ്ടായത് ഭഗവാന്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രതിപ്രവർത്തനമായിട്ടാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ പാൽക്കടൽ കടഞ്ഞ സമയത്തും മറ്റു പല അവസരങ്ങളിലും ഭഗവാന്റെ മഹിമ അറിയാൻ ആർക്കും കഴിയുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, സമുദ്ര മഥന സമയത്ത് കടകോലായിട്ട് ഉപയോഗിച്ച ആ മന്ദരപർവ്വതം അത് താഴേക്ക് ആണ്ടുപോയ അവസരത്തിൽ ഭഗവാൻ തൻ്റെ പുറകുഭാഗം കൊണ്ട് കച്ഛപ രൂപമെടുത്തും കൊണ്ട് ആ പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു.
അങ്ങനെ ആമയുടെ രൂപത്തിൽ പൃഷ്ഠഭാഗത്തിൽ മന്ദരപർവ്വതത്തെ ഇവിടുന്ന് ധരിച്ചു. അപ്പോൾ ദേവാസുരന്മാർ ചെയ്ത മഥനം കൊണ്ട് ഈ മഹാപർവ്വതത്തിൻ്റെ താഴെയുള്ള ഭാഗം ഭഗവാന്റെ പുറത്തിങ്ങനെ ഉരസാൻ തുടങ്ങി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം ചുറ്റുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? വല്ലാത്ത ഒരു സുഖം അല്ലേ, ഒരാളിങ്ങനെ തലോടി തരുന്നത് പോലെ, നമ്മൾ പറഞ്ഞില്ലേ മസാജ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ തോന്നി. ആ സമയത്ത് ഭഗവാന്റെ ശ്വാസവായുക്കൾ അവർ നിങ്ങളെ പരിപാലിക്കട്ടെ. ആ സമയത്ത് ശ്വാസവായു, കാരണം എന്താ? ചലനശക്തിയുടെ വാസനാരൂപമായിരിക്കുന്ന അവശേഷം കൊണ്ട് സമുദ്രജലത്തിൻ്റെ ചലനം അന്ന് തുടങ്ങിയത് ഇപ്പോഴും അതേപോലെ നിൽക്കണമെന്നാണ്. ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം കൊണ്ടാണ് തിരമാലകൾ ഉണ്ടായത് എന്ന് ചുരുക്കം. അപ്പം സമുദ്രജലത്തിന് സമുദ്രക്ഷോഭമല്ലേ എന്നാണെങ്കിൽ അങ്ങനെയല്ല. ക്ഷോഭം എന്ന വ്യാജേന ക്ഷോഭിച്ചിട്ടില്ല, മറിച്ച് ഈ ശ്വാസവായുക്കളുടെ ശക്തി കൊണ്ടാണ് ആ ജലം തിരമാലകൾ പോലെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ കമഠമൂർത്തി, ആ കൂർമ്മമൂർത്തി, ആ കച്ഛപമൂർത്തി അന്ന് മന്ദരപർവ്വതത്തെ ഉയർത്തിയതുപോലെ സൂതൻ ആശീർവദിക്കുകയാണ്. അല്ലയോ ശൗനകാദികളെ, നിങ്ങളുടെ മനസ്സിനെയും ആ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെയും ഭഗവാൻ ഉയർത്തി സർവ ആപത്തുകളും തീർത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നമുക്കും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. അതോടുകൂടി ഇന്ന് നമ്മൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 3-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം.
പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. 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 ഹരി ഓം